ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മാനിഫെസ്റ്റേഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് രാധ ചേച്ചിയുടെയൊക്കെ ഉദാഹരണമൊക്കെ പറഞ്ഞതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് താഴെ നമ്മുടെ ഡെസ്ക്രിപ്ഷനിൽ തന്നെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ വീഡിയോയുടെ അവസാനം ആ വീഡിയോ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ കോച്ചുകൾ നടത്തുന്ന തട്ടിപ്പുകളൊക്കെ നമ്മൾ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണ് ഇത് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മനുഷ്യരും ഇത്തരം സൈക്കോളജിക്കൽ ട്രാപ്പിൽപ്പെട്ടിട്ട് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സ്റ്റേറ്റിൽപ്പെട്ടിട്ട് വളരെ മോശം മാനസികാവസ്ഥയിൽ വിക്ടിം ബ്ലെയിം ചെയ്യപ്പെടുന്നു. അതായത് എനിക്കൊരു നല്ലതും നടക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ പ്രശ്നത്തിലാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെയും സ്വന്തമായിട്ട് കുറ്റം സ്വയം ഏറ്റെടുക്കുന്ന ഒരവസ്ഥ, വിക്ടിം ബ്ലെയിം എന്നാണ് അതിന് പറയുക. അതായത് ഇര തന്നെ കുറ്റപ്പെടുത്തുക, തന്നെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതാണ് ഈ മാനിഫെസ്റ്റേഷൻ കോച്ചുകളെല്ലാം. അത് ഇനിയിപ്പം എനിക്ക് നിങ്ങളുടെ സോളിനെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എന്ന് പറയുന്ന മാനിഫെസ്റ്റേഴ്സ് ആണെങ്കിലും ശരി, അവരുടെ എല്ലാം എയിം, ഉദ്ദേശം, ലക്ഷ്യം ഒന്നേ ഉള്ളൂ: നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം അവരുടെ പോക്കറ്റിലേക്ക് എത്തണം. യഥാർത്ഥത്തിൽ പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിൻ്റെയും നടക്കാത്തതിൻ്റെയുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് നമ്മൾ ഓരോ വീഡിയോയിലും ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മഴ പെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. മഴ പെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, സയൻസ് എന്താണ് മഴ പെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ വെള്ളം നീരാവിയായി സൂര്യൻ്റെ താപം മൂലം നീരാവിയായി ഉയർന്ന ആകാശത്തെത്തുമ്പോൾ അത് മേഘത്തിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടും. മേഘം തണുത്ത് ഘനീഭവിച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തുള്ളികൾ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം മേഘത്തിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് താഴേക്ക് വരും. ഈ താഴേക്ക് വരുന്ന ഒരു കൈനറ്റിക് എനർജിയാണ്. അതുമാത്രമല്ല മഴ ഇങ്ങനെ ചരിഞ്ഞൊക്കെയാണ്, അത് കാറ്റ് അടിക്കുന്നതിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ട് അങ്ങനെയൊക്കെയാണ് മഴ പെയ്യുന്നത്. ഇത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാൽ ഈ കൺഫർമേഷൻ ബയാസ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മഴ പെയ്യാണ്. പെട്ടെന്ന് നമ്മൾ പറയുകയാണ്, ഈ മഴയൊന്ന് തോർന്നിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ പെട്ടെന്ന് മഴ സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മഴ നിന്നു. ഇത് മാനിഫെസ്റ്റർ ആണെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ പവറായിട്ട്, ഇനി അല്ല വേറെ എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒക്കെ ഇതിനെ ന്യായീകരിക്കാം, ഇതിനെ കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? മഴ അപ്പോഴാണോ നിന്നത്? അല്ല. സൂര്യനിൽ നിന്ന് 8 മിനിറ്റ് എടുത്തിട്ടാണ് ഭൂമിയിലേക്ക് പ്രകാശം എത്തുന്നത്. ഇതുപോലെ തന്നെ എത്രയോ മിനിറ്റുകൾക്ക് മുമ്പേ ആ മഴ മുകളിൽ നിന്നും മേഘത്തിൽ നിന്നും പൊഴിഞ്ഞു വന്നുകൊണ്ടിരുന്ന ആ ജലത്തുള്ളികളുടെ പ്രവാഹം നിന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോയ സമയത്ത് അത് ആഗ്രഹിച്ചത് കൊണ്ട് അവിടെ നിന്നു എന്ന് മാത്രമാണ് ഒരു സത്യം. അവിടെ നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ തെറ്റല്ല, ആ സമയത്ത് മഴ നിന്നത് മഴയുടെയും തെറ്റല്ല. അതിന് മുമ്പേ തന്നെ എത്രയോ മിനിറ്റുകൾക്ക് മുൻപ് ഈ മഴത്തുള്ളിയുടെ വെള്ളത്തിൻ്റെ പ്രവാഹം നിന്നിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾ ഈ മഴ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ സമയത്ത് തന്നെ ആ മഴയിൽ കളിക്കുന്ന കൊച്ചുകുട്ടികൾ, അതുമലയിൽ ആ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർഷകർ, ഇങ്ങനെ ഒരു പറ്റം ആളുകൾ, അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ആളുകൾ, ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതുമല്ലെങ്കിൽ ഒന്ന് മഴ പെയ്തതെങ്കിൽ ഈ ചൂടിനൊരു ശമനം കിട്ടിയേനെ എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ, അങ്ങനെ എത്രയോ ആളുകൾ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ മഴ പെയ്തതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ അവർ ആ മഴ നിൽക്കുമ്പോഴത്തേക്കും അയ്യോ ഈ മഴ പെട്ടെന്ന് തീർന്നല്ലോ എന്ന ദുഃഖം അല്ലെങ്കിൽ ഒരു വിഷമം അവർക്കുണ്ടാകുമ്പോൾ നിങ്ങളിവിടെ സന്തോഷിക്കുകയാണ് അല്ലേ. ഇത് മഴയെക്കുറിച്ചുള്ളൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, ഇതൊന്നും നിങ്ങളുടെ ചിന്താശക്തി കൊണ്ടല്ല അവിടെ മഴ നിന്നത്. അങ്ങനെ ചിന്താശക്തി കൊണ്ട് മഴ നിൽക്കുമായിരുന്നെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഈ മഴ പെയ്യിപ്പിക്കാൻ പറ്റണം. മഴക്കാലത്ത് നമ്മൾ കുട കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ തന്നെയാണ് ഞാനിവിടെ സയൻസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം ഇത്തരം ചിന്തകളുടെയും ആ ചിന്തകളിലൂടെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരുടെയും തട്ടിപ്പിൽ പോയി പെടാതിരിക്കാനാണ് ഈ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടല്ല, ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടല്ല മഴ നിന്നത്. പക്ഷെ നിങ്ങളങ്ങനെ ചിന്തിക്കുകയും അത് നിങ്ങൾക്ക് ഒരു ഫെയർ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കതൊരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് അത് നിങ്ങൾക്ക് മാത്രമാണ് സംഭവിച്ചത്. അപ്പം നിങ്ങളതിനെ വളരെ തന്ത്രപരമായി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വിശ്വസിപ്പിക്കുന്നു, ഇത് ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് ഇത് നിന്നതെന്ന്. ഒരിക്കലും അത് അതുകൊണ്ടല്ല സംഭവിച്ചത്. കാരണം പ്രാർത്ഥിക്കുന്ന, മഴയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നഗ്നമായ മറ്റൊരു സത്യം. ഇനി ലോട്ടറി ഭയങ്കര സെറ്റപ്പാണ്. നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞ വീഡിയോയെക്കുറിച്ച് വിമർശനാത്മകമായി ഒരു സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇലോൺ മാസ്കിൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ
വീഡിയോ എടുത്ത് ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ എഫേർട്ടിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലൊരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ആ വീഡിയോയിലും ലോട്ടറി അടിക്കുമെന്നാണ് പറയുന്നത്. ലോട്ടറി അടിക്കും. ആർക്കടിക്കും? ഇപ്പം നിങ്ങൾ 1000 പേര്, ഒരു ഉദാഹരണമാണ് കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ 1000 പേര് പക്ക മാനിഫെസ്റ്റേഴ്സാണ്. പക്ക എന്ന് പറഞ്ഞാൽ പക്ക. നിങ്ങൾക്ക് 1ാം സമ്മാനം 5 കോടിയുടെ 1ാം സമ്മാനം അടിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ 1000 പേര് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ അടിക്കുക? സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ 1000 പേർക്കും എന്തായാലും ആ 1ാം സമ്മാനം കിട്ടില്ല. കിട്ടുമോ? കിട്ടില്ല. 100% ഉറപ്പാണ്. അപ്പോൾ എന്താണ്? നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ മറ്റവരെക്കാൾ കുറവാണെന്നാണോ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്കത് അടിച്ചില്ല, മറ്റേ ആൾക്കത് അടിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പോലുമല്ല, വേറെ എവിടെയോ ഇരുന്നൊരു വ്യക്തിക്ക് അത് അടിച്ചു. കാരണം 10 ലക്ഷം പേർക്കോ 20 ലക്ഷം പേരെ ഉദ്ദേശിച്ച് എടുക്കുന്ന ഒരു ലോട്ടറി, അല്ലെ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഒരു ലോട്ടറി നിങ്ങൾക്ക് കൃത്യമായിട്ട് അടിക്കാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അടിക്കും എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ എത്രത്തോളം യുക്തിരഹിതമായ ഒരു ചിന്താഗതിയാണ് അത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അതാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞു തരുന്നത്. ഇതുപോലെയാണ് എല്ലാ കാര്യവും. അത് മാത്രമല്ല, ഇനി ലോട്ടറി അടിക്കണമെങ്കിൽ ആദ്യത്തെ കോൺസെപ്റ്റ് എന്താണ്? ആദ്യത്തെ ഒരു ക്രിറ്റേരിയ എന്താണ്? ശരിക്കും ലോട്ടറി എടുക്കണമെന്നുള്ളതാണ്. ഈ എടുക്കണമെങ്കിൽ ഇപ്പോൾ 5 കോടിയുടെ ലോട്ടറി ആണെങ്കിൽ എന്തായാലും 500 രൂപ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും പൈസ കൊടുക്കാതെ ലോട്ടറി ആരും തരത്തില്ല നിങ്ങൾക്ക്. അല്ലാതെ എനിക്ക് ലോട്ടറി അടിക്കും അപ്പം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലോട്ടറി കിട്ടുമോ? ഇല്ല. എല്ലാ ബിസിനസ്സും ഇതുപോലെയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, സംതിങ് മാനിഫെസ്റ്റേഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ കോച്ചുകൾ ചെയ്യുന്നത് അവരവരുടെ ഈ സ്യൂഡോ സയൻസ് അതൊരു പ്രൊഡക്റ്റാക്കി നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ പൈസ വാങ്ങി അവർ പോക്കറ്റ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ലോട്ടറി എടുക്കണമെങ്കിൽ ഏറ്റവും മിനിമം 50 രൂപ 40 രൂപ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഈ പൈസ എവിടെ നിന്നുണ്ടാവും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പണം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക? നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്താൽ നോട്ടടിക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് എന്തെങ്കിലും പണിയെടുക്കണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അതുമല്ലെങ്കിൽ പിന്നെ പറ്റുന്ന ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ളൊരു കാര്യം കടം മേടിക്കണം, അല്ലേ? കടം മേടിച്ചിട്ട് എത്ര നാൾ? ഇപ്പോൾ കടം മേടിച്ചെന്നാൽ ആ ലോട്ടറി അടിച്ചില്ലെങ്കിലും എത്ര നാളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കും? ഒരു ഉദാഹരണം പറയുകയാണ് കേട്ടോ. ഈ ലോട്ടറിയുടെ കാര്യം, ഇങ്ങനെ ലോട്ടറി അടിച്ച് നിങ്ങൾ രക്ഷപ്പെടണമെന്നുള്ള കാര്യത്തിലല്ല പറയുന്നത്. അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരികയാണ്. ഇത്തരം തട്ടിപ്പുകളെ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരികയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 40 രൂപ അല്ലെങ്കിൽ മറ്റുള്ള ടിക്കറ്റുകളൊക്കെ 250 രൂപ, കോടികൾ സമ്മാനം തരുന്ന ടിക്കറ്റുകൾക്ക് എന്തായാലും 500, 200, 250, 300 ഒക്കെ ആയിരിക്കും പ്രൈസ്. ആ പൈസ ഇല്ലാതെ നിങ്ങളെങ്ങനെ ലോട്ടറി വാങ്ങും? ഇനി ഈ ലോട്ടറി വാങ്ങിയത് തന്നെ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി പ്രിന്റ് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് ഒരു ലോട്ടറിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിൻ്റെ അകത്ത് 10 പേർക്ക് ഇനി 1ാം സമ്മാനം കൊടുക്കാം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ആ 10 പേരിൽ നിങ്ങൾ എത്ര ശക്തമായിട്ട് മാനിഫെസ്റ്റ് ചെയ്താലും പെടുമോ? ഒരു മാനിഫെസ്റ്റും ചെയ്യാത്ത ആളുകൾ ഇത്തരം സമ്മാനങ്ങൾ മേടിക്കുന്നില്ലേ? നിങ്ങൾ ജസ്റ്റ് ഇത്തരം തട്ടിപ്പുകളെ കണ്ണ് തുറന്ന് യുക്തിപൂർവ്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം നിങ്ങളുടെ ലൈഫിലുള്ള സിമ്പിളായിട്ടുള്ള ഈ കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്ത് തരുന്നത്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, വേറൊന്നിനുമല്ല. ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷയങ്ങൾ ഈ കാര്യത്തിൽ സംസാരിക്കാനുണ്ട്. നിങ്ങളെ പറ്റിക്കുന്ന, നിങ്ങളെ ചതിക്കുന്ന, നിങ്ങളുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റുകളെ മുതലെടുക്കുന്ന, നിങ്ങൾക്ക് മക്കളെ എന്ന് വിളിക്കുമ്പോൾ സമാധാനം കിട്ടുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെയും നമുക്ക് ഒരു സർവൈവർ, നമുക്കൊരു പ്രൊട്ടക്ടർ, നമുക്കൊരു സംരക്ഷകൻ ഉണ്ട് എന്ന തോന്നൽ ഇവർ ഉണ്ടാക്കിയിട്ട് അവരിലേക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ടാക്കിയിട്ട് അവർക്ക് ഗിഫ്റ്റുകൾ അയച്ചു കൊടുക്കാനും അവർക്ക് പണം നൽകാനും അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനുമുള്ള കൾട്ട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ തളച്ചിടുന്ന സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ്റെ ആ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഇരകളാണ് നിങ്ങളിൽ ഓരോരുത്തരും എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ പോയി ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്തരം ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുത്തിട്ട് ഈ സ്യൂഡോ സയൻസിനെ വളർത്തി നിങ്ങൾക്ക് ഹാർഡ് വർക്കിലും നിങ്ങളുടെ വിശ്വാസങ്ങളും, അതായത് നിങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസുകളും ആത്മവിശ്വാസം എന്നൊക്കെ പറയില്ലേ, അതുമൊക്കെ ഇല്ലാതാക്കിയിട്ട് അവർ പറയുന്നത് മാത്രം കേട്ട് അതാണ് സത്യമെന്ന് വിശ്വസിച്ച് വിഡ്ഢികളായി മൂഢസ്വർഗത്തിൽ ജീവിക്കരുതെന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സന്ദേശം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും കൂടുതൽ ഇൻഫർമേഷൻസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ആൻറ്റി ഫ്രോഡ് അവെയർനെസ് എന്ന് പറയുന്ന ഇത്തരം തട്ടിപ്പുകാർക്കെതിരെയൊക്കെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു QR കോഡ് കാണിക്കുന്നുണ്ട്. ഇത് സ്കാൻ ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, സ്കാൻ ചെയ്യുക, ജോയിൻ വിത്ത് അസ്. ഓക്കെ.
അപ്പോൾ താങ്ക് യു. വീണ്ടും നമുക്ക് അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ഐ എം സുധീർ കബീർ, സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.